പാലക്കാട് നഗരസഭയിൽ ഭരണമാർക്ക് അനിശ്ചിതത്വം തുടരുന്നു. ചെയർമാനാക്കാൻ കത്ത് നൽകി സ്വതന്ത്രൻ. പാലക്കാട് നഗരസഭയിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയിൽ ചെയർമാനാക്കാൻ കത്ത് നൽകി കോൺഗ്രസ് വിമതനായി മത്സരിച്ച് വിജയിച്ച എച്ച് റഷീദ്. ബിജെപിക്കാണ് ഇവിടെ ഏറ്റവും അംഗസംഖ്യ. എന്നാൽ LDF, UDF മുന്നണികൾ ചേർന്നാൽ ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷമാകും. ഇതാണ് BJPയെ അകറ്റാനായി സ്വതന്ത്രനെ പിന്തുണയ്ക്കുന്നത് ആലോചിക്കാൻ കാരണം. ചെയർമാനായി തന്നെ പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ട് UDFനും LDFനും കത്ത് നൽകിയതായി എച്ച് റഷീദ് വ്യക്തമാക്കി. രണ്ട് മുന്നണികളും ഒന്നിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അവരെ പിന്തുണയ്ക്കും. ലക്ഷ്യം ചെയർമാനല്ല, BJPയെ അകറ്റുനിർത്തുകയാണ് ലക്ഷ്യമെന്ന് റഷീദ് പറഞ്ഞു. നമ്മളെ വാർഡിലെ എൻ്റെ സഹപ്രവർത്തകരുടെയും എൻ്റെ വോട്ടർമാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് വരുന്ന ചെയർമാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മുതിർന്ന LDFൻ്റെയും മുതിർന്ന UDFൻ്റെയും നേതാക്കന്മാരുടെ ലീഗ് ഉൾപ്പെടെ നേതാക്കന്മാരുടെ പിന്തുണ സപ്പോർട്ട് കിട്ടുമെന്നും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ട് പോകും. എല്ലാ നേതാക്കന്മാരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. കത്ത് കൊടുത്തിട്ടുണ്ട്. കത്ത് നമ്മൾ മത്സരിക്കും എന്ന് ചെയർമാൻഷിപ്പിന് മത്സരിക്കുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള അറിയിച്ചിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. അവർ ആലോചിച്ച് തീരുമാനം പറയാമെന്ന് വരും ദിവസങ്ങളിൽ അറിയിക്കാമെന്ന് ലീഗ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. കോൺഗ്രസും CPMഉം വരും ദിവസങ്ങൾ അതിനുള്ള മറുപടി പ്രതീക്ഷിക്കുന്നു. ഞാനെന്നെ ആഗ്രഹിച്ച് ചെയർമാൻ നിൽക്കണമെന്നില്ല. മുതിർന്ന നേതാക്കന്മാർ തീരുമാനിച്ച് CPM ആയാലും കോൺഗ്രസ് ആയാലും അവരുടെ തീരുമാനം മതേതര കക്ഷികളായിട്ട് മുന്നോട്ട് പോവുകയും അവർ ഒരു ചെയർമാൻ സ്ഥാനാർത്ഥിനെ നിശ്ചയിക്കുകയാണെങ്കിൽ ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യും. തീർച്ചയായിട്ടും എനിക്ക് ചെയർമാൻ സ്ഥാനാർത്ഥി മത്സരിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. പക്ഷേ എൻ്റെ പേര് വരികയാണെങ്കിൽ ഞാൻ അതിന് അവരുടെ സപ്പോർട്ടോട് കൂടി ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. BJP എന്ന കക്ഷിയുടെ 44,000 വോട്ടോളം BJPക്കെതിരാണ് ഇവിടെ പ്രതിഫലിച്ചത്. 26,000 വോട്ട് മാത്രമേ BJP കിട്ടുള്ളൂ. അപ്പോൾ ജനാധിപത്യം BJPക്കെതിരാണ് ഇവിടെ നിൽക്കുന്നത്. അതിനെതിരെയാണ് ഞാൻ മത്സരിക്കുന്നത് ആഗ്രഹിച്ചിരിക്കുന്നത്. BJPയെ അറ്റി നിർത്താൻ എന്നാണ് എൻ്റെ ലക്ഷ്യം. ഇന്ന് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയപ്പോഴാണ് റഷീദ് നയം വ്യക്തമാക്കിയത്. UTV ന്യൂസ്, പാലക്കാട്.